നല്ല സുഖമല്ലേ? നിന്റെ വയറെന്താ ഒട്ടിക്കിടക്കുന്നത് ഹോട്ടലിനടുത്തായിട്ട്? കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൻ്റെ മുന്നിൽ, അതവർ ഡോറിൻ്റെ തെമ്പത്ത് പോയി നിന്നിട്ടാണ് ഈ ഒരു ഓർഡർ കിട്ടിയേക്കുന്നത്. എന്താ ഗൈസ്, അങ്ങനെ ഡേ 4 ഇതാ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഡേ 2ത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഡേ 3ത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ ഡേ 4 ആണ്. നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് 400 കിലോമീറ്റർ, 404 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 400 കിലോമീറ്റർ കറൻ്റ് നമ്മൾ ഓടി. അവിടുന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇതുവരെയുള്ള ഏണിങ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഏണിങ് ആണത് 2253 രൂപ. നമ്മൾ അവിടെ വെച്ചിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, 404 കിലോമീറ്റർ 2053 രൂപ, 2253 രൂപ. അപ്പോൾ നോക്കാം ഇന്നത്തെ ഏണിങ്സ് എന്താവുന്നുള്ളത്. നമ്മളിപ്പോൾ 12 മണി മുതൽ 2 മണിയുള്ള ഗിഗാണ് ഇന്നലെയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 3 മണി വരെയുള്ള ഗിഗ് എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ സാറ്റർഡേ സൺഡേ ഓർഡേഴ്സ് കൂടുതലായിരിക്കും. എല്ലാവരും വീട്ടിലിരിക്കുന്നവരായിരിക്കും, ലേസി പീപ്പിൾസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് തീരുമാനിച്ചിറങ്ങിയതാണ്. അപ്പോൾ നോക്കി നോക്കാം. ഇന്നും അതേമാതിരി നാളെ സൺഡേയും ഒരു 3 മണി വരെ ഓടാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നോക്കി നോക്കാം പറ്റുമോ എന്നുള്ളത്. ശരി, അതെ, ബൈ. അയ്യോ, അവനെന്നെ മനസ്സിലായി. ഹലോ, നല്ല സുഖമല്ലേ? നിന്റെ വയറെന്താ ഒട്ടിക്കിടക്കുന്നത് ഹോട്ടലിനടുത്തായിട്ട്? ബൈ മാൻ. ഒന്നുമില്ലടാ. ഓ, എന്തോ കിട്ടുന്ന വിചാരിച്ച് നോക്ക്. എന്നിട്ട് പാർലേജി ബിസ്ക്കറ്റ് വാങ്ങി കയ്യിലെക്കണം. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാം. ജീവൻ പോയി ചങ്ങായിയെ, ജീവൻ പോയി. ഫാന്റാസ്റ്റിക്. ബ്രേക്ക് അടിച്ച് നിർത്തിയായിരിക്കും. രണ്ടുണ്ടല്ലേ? ഓക്കെ, അവിടെ വെച്ചോളൂ. വണ്ടി ഏതാ? സ്പ്ലെൻഡറോ? എത്ര മൈലേജ് ഉണ്ട്? 70? നമ്മളൊരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൊമാറ്റോ തന്നെയാണ്. എനിക്ക് യൂണിഫോം കിട്ടിയില്ല. അപ്പം സ്വിഗ്ഗീനെ തന്നെ എടുത്തിട്ട്. എങ്ങനെയാണ് ഓടുന്ന ടൈമൊക്കെ എങ്ങനെയാണ് ഏകദേശം? പാർട്ട് ടൈം അല്ലേ? അപ്പോൾ എത്ര മണി ഓടും? അറൗണ്ട് ഡെയിലി ഏകദേശം എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പെട്രോൾ കഴിച്ചിട്ട്? പെട്രോൾ എക്സ്പെൻസ് കഴിച്ചിട്ട് 1000 ഉണ്ടാവും. ഉച്ച മുതൽ രാത്രി വരെ ഓടിയോ? രാത്രി എത്ര നേരം ഓടും? 10 നേരം ഓടുമോ? നമ്മൾ ഇവിടെ കോഴിക്കോടല്ലേ സ്ഥലം? എവിടെയാ? നിങ്ങൾ സൊമാറ്റോ തന്നെ അല്ലേ? ഞാൻ എൻ്റെ പ്രീവിയസ് ഓർഡറിൽ എന്താ പറയുക, സാം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ് കിട്ടിയത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഓർഡർ ഡിലേ ആയി. 30 മിനിറ്റോളം അവിടെ നിന്ന് എനിക്ക് സാധനം കിട്ടാൻ ഡിലേ ആയി. എന്നിട്ട് എനിക്ക് എല്ലാം കൂടി സാധനം കൊണ്ടുപോയി കൊടുത്തിട്ടും ഒരു 6 കിലോമീറ്റർ അപ്പുറത്തോണ്ടൊരു സാധനം കൊടുത്തു. എല്ലാം കൂടി എനിക്ക് 43 രൂപ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, നമുക്കില്ല. അയ്യടാ, 30-35 മിനിറ്റോളം കുടുങ്ങി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കുടുങ്ങിയിരുന്നില്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? ആ, നമുക്ക് ഇതിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. വേറൊരു പാർട്ടിക്ക് സാധനം കൊടുക്കാറുണ്ട്. അത് ചെയ്താലും നമുക്ക് ആ സാധനം പോവും. ക്യാൻസൽ ചെയ്യാണ്ടല്ല, നമുക്ക് വേറൊരു പാർട്ട്ണർക്ക് ഈ ഓർഡർ കൊടുക്കാം. നമുക്ക് സ്കിപ്പ് ചെയ്യാന്നുള്ള എടുത്തില്ലല്ലേ? കട്ട് ചെയ്യാൻ നോക്കിയാലോ? ആ, ഇൻസെൻറ്റീവ് കിട്ടാതെ നല്ലൊരു എമൗണ്ട് അവിടെ ഡ്രോപ്പ് ആവുമല്ലോ. അയ്യോ ഗായ്സ്, അപ്പോൾ ഡേ 5 ആണ്.
ഇന്നലെ കുറച്ച് മോശം ഉണ്ടായിരുന്നു, 900 സംതിങ് ആയിട്ടുള്ളൂ, 1000 റുപ്യ ആയിട്ടില്ല. പെട്രോളിൻ്റെ എക്സ്പെൻസൊക്കെ കുറച്ച് നോക്കിയാലും നല്ലൊരു എമൗണ്ട് ലോസാണ് സാറ്റർഡേ ആയിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് സൺഡേ നോക്കി നോക്കാം. ഇന്ന് നമ്മൾ ബുക്ക് ചെയ്ത ഗിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മുതൽ 12 വരെ, 12 to 2, 2 to 3, അത് കഴിഞ്ഞ് 3 to 4 ഇല്ലാന്ന് തോന്നുന്നുണ്ട്, 4 to 5 ഇല്ല, പിന്നെ 6 to 7, 7 മുതൽ 8, 8 മുതൽ 9, അങ്ങനെ 10 മണി വരെയുള്ള ബുക്ക് എടുക്കുന്നത്. എന്താ വെച്ചാൽ നമുക്കൊരു ഇൻസെൻറ്റീവ് പെൻഡിങ് കിടക്കുന്നുണ്ട്, 1400 രൂപയോളം ഉണ്ട്. അതെങ്ങനെയെങ്കിലും അടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കണം ഇന്നത്തെ ഒരു ഡേ കൊണ്ട്. പക്ഷേ അതിന് വേറെ ഒരു ടാസ്കും കൂടി ഉണ്ട്. ഇന്ന് ഏകദേശം 1700 സംതിങ്ങോ അങ്ങനെ എന്തോ ഒരു എമൗണ്ട് ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു ഇൻസെൻറ്റീവും കിട്ടത്തുള്ളൂ. അങ്ങനെ ആകെ വലഞ്ഞിരിക്കുകയാണ്. ഇന്നലത്തെ കയറിയ പൈസയൊന്നും അതിൽ കണക്ക് കൂട്ടിയില്ല തോന്നുന്നുണ്ട് ഇവർ. നോക്കി നോക്കാം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡേ 4 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 565 കിലോമീറ്റർ, 555 കിലോമീറ്റർ. ഒരു 13 കിലോമീറ്ററായി വെറുതെ ഇങ്ങനെ ക്രൂസ് ചെയ്യുന്നു. ഇതുവരെ ഓർഡേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ സൊമാറ്റോയിൽ കുറേ ആയോ? സൊമാറ്റോ കയറിയിട്ട് കുറേ ആയോ? 1 year ആയി. കുറേ നേരം, ഒരു 1.5 മണിക്കൂറായിട്ട് ഒന്നും അടിച്ചില്ല. അല്ല അതല്ല, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് എങ്ങനെയാണെന്നുള്ള, അതിനോട് ചോദിച്ചാ. കിട്ടിയില്ലല്ലേ? ഇറങ്ങിയിരിക്കുന്നു. ഞാനൊരു വ്ളോഗിന് വേണ്ടി ഇറങ്ങിയ കേട്ടോ. യൂട്യൂബ് ചാനലുണ്ട്, സ്കൈലാപ്പർ എന്ന് പറയും. സ്കൈലാപ്പർ. ആ, ട്രാവലല്ല, ഞാൻ ബൈക്കിൻ്റെ റിവ്യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തോന്നി ഇതിലേക്ക് ഇറങ്ങി നോക്കിയതാ. എവിടെ എത്തിയില്ല. ഞാൻ അവിടെ തന്നെ കക്കോടി ചിലപ്പോൾ അല്ല SKY LAPPER. ആ അതന്നെ, ആ അക്കൗണ്ട് തന്നെ. അതൊക്കെ സെയിം. സബ്സ്ക്രൈബ്. ഞാൻ നമ്മളെ ബാലുശ്ശേരി റോഡ് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? അവിടെ കക്കോടി എന്നൊക്കെ പറഞ്ഞ പ്ലേസ് ഉണ്ട്. നിങ്ങളെവിടെ സ്ഥലം? എവിടെയാ? പാലായില്ലേ? ഇവിടെ കോഴിക്കോട് തന്നെ. ഞാൻ അധികം പരിചയപ്പെട്ടവരൊക്കെ സ്റ്റുഡൻസാ, പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ പഠിക്കുന്നവരാ. ഇതിൽ നമ്മളൊരു ഗിഗ് എടുത്തിട്ട് ആ ഗിഗിനുള്ളിൽ ഓർഡർ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ഇഷ്യൂസ് ഉണ്ടോ? ആ ഗിഗ് കംപ്ലീറ്റ് ആവില്ല എന്തായാലും അല്ലേ? ആ ഇതിലെ മറ്റേ ഒരു ഓഫറിൻ്റെ സംഭവം കണ്ടു, ഒരു 1400-ൻ്റെ. റൂൾസ് ഇതിൽ എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു 1000 സംതിങ് കൂടി ഉണ്ടാക്കണം എന്നാലേ കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇതല്ല സംഭവം. ഓർഡർ ആണെങ്കിൽ ഇനി 1540 കൂടി ഉണ്ടാക്കണം അല്ലേ? സെക്കൻഡ് ഒന്ന് സ്റ്റാൻഡ് ഇട്ടാവട്ടെ. അല്ലേ 1710 മോർട്ടുണ്ട്. 1400 കിട്ടും. ആയിട്ടുള്ളൂ. ഒന്നൊരു ദിവസം കൊണ്ട് 1710 കൂടി ആക്കണോ? നടക്കുമോ? ഓർഡർ ഏണിങ്സ് മാത്രം 1500 നടക്കൂലല്ലോ. ആ 40 rupees അങ്ങനല്ലേ? ഇതൊക്കെ ഇൻസെൻറ്റീവ് ആയിരിക്കും. ഫുൾ ടൈം കൊടുത്തല്ല, ഞാൻ ജസ്റ്റ് ഇന്നിപ്പോൾ ഈ ഒരു സംഭവം കംപ്ലീറ്റ് അത് ഇതിൽ കാണിച്ചില്ല. ഞാൻ സൊമാറ്റോ തന്നെ കേട്ടോ. യൂണിഫോം നോക്കണ്ട. അപ്പോൾ കണ്ട അറിയാലോ അല്ലേ? ചോദിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഇതേ ഒരു പരിപാടിക്ക് ഇറങ്ങിക്കുന്നു. അവൻ്റെലും ചോദിച്ചിട്ടില്ല. 2-3 പേര് എന്നോട് ചോദിച്ചു ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ കൊടുത്തതെന്നുള്ളത്. പാർട്ട് ടൈമാണ്. ആണല്ലേ? ആ
കണ്ടിന്യൂസ് ഓർഡേഴ്സ് കിട്ടുകയാണെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആണല്ലേ. കണ്ടിന്യൂസ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം ഗ്യാപ്പിൽ വരുന്ന ഓരോ ഓർഡറിന് 40 രൂപ എക്സ്ട്രാ കിട്ടും. 40 രൂപ എക്സ്ട്രാ കിട്ടും അല്ലേ? ഓരോ ഓർഡറിനും ഓരോ ഓർഡേഴ്സിന് 40 രൂപ എക്സ്ട്രാ കിട്ടും അല്ലേ? അപ്പോൾ ഇതൊരു 11 മുതൽ 2 വരെ 3 മണിക്കൂറായി. 3 മണിക്കൂറിനുള്ള 4 ഓർഡേഴ്സ് കിട്ടുകയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ 240 രൂപ അഡീഷണൽ ഓക്കെ. ആ പ്ലസ് ഇപ്പോൾ 12 to 2 സർജും ഉണ്ടാവും. അപ്പോൾ സർജും കയറും, ഈ എക്സ്ട്രാ ഇതും കയറും, ഇൻസെൻറ്റീവും കയറും അല്ലേ? ഈ സർജ് എന്ന് പറയുന്ന സംഭവം എന്ത് സംഭവം? സർജ് പറയുമ്പോൾ ഇതേപോലെ ജിഗ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹയർ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ന സമയം എന്ന് പറഞ്ഞിട്ടല്ലേ? ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വേറൊരു എമൗണ്ട്, ഒരു ഹയർ എമൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. ഇതാണ് ശരിക്കും ഈ ആ ടൈമിൽ പീക്ക് ടൈമിൽ ഉണ്ടാവില്ലല്ലേ? അപ്പോൾ ഇത് ഹയർ ഏണിങ്സ് ആവുന്ന സമയത്ത് 30 റുപ്യൻ്റെ ഒരു ഓർഡർ ആണെങ്കിൽ 30 പ്ലസ് ചിലപ്പോൾ ഒരു 7-8 റുപ്പീസ് അഡീഷണൽ വരും. ചാർജ് ആയിരിക്കും. ഓർഡർ പല കാര്യമാണ്. ചിലപ്പോൾ ഒരു 70 റുപ്പീസ് ഓർഡർ വരാൻ ചിലപ്പോൾ 25 അഡീഷണൽ കയറും. അങ്ങനത്തെ കിട്ടുമ്പോൾ ഫുൾ ടൈം ഓടിയാലേ അപ്പോൾ കാര്യം നടക്കുള്ളൂ അല്ലേ? നിങ്ങൾ ഏകദേശം ഒരു ദിവസം ഏകദേശം എത്രയൊക്കെ ഉണ്ടാക്കും? 1500 ഫുൾ അങ്ങനെ ആ പാർട്ട് ടൈം ഓടിയിട്ട്? ഫുൾ ടൈം ഓടല്ലേ? ടൈമിങ് എങ്ങനെയാ? ഗിഗ് നോക്കി ഓടല്ല. 1500. അപ്പോൾ നിങ്ങളെ മൈലേജ് ഏകദേശം എത്ര ഉണ്ട് വണ്ടിക്ക്? 60 കിലോമീറ്റർ കിട്ടും അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ഇത് 50 കിലോമീറ്റർ ഉണ്ട്, പക്ഷെ എന്നാലും കുറവാണ്. ഞാൻ പിന്നെ വേറെ വണ്ടി ഇല്ല പിന്നെ ഈ ടൈമിൽ ഓടാനേ കിട്ടത്തുള്ളൂ. അത് വെച്ചിട്ട് ആൾക്കാർ എത്ര ഉണ്ടാക്കുന്നുണ്ട്? മൈലേജ് മാക്സിമം ഓടിക്കാൻ കുറച്ച് സുഖമുണ്ട് അതിനോണ്ടാ. ട്രാഫിക്കിലൊക്കെ കട്ട് ചെയ്തൊക്കെ പോകണമെന്നുണ്ട്. വീട്ടിലൊരു 100 cc പ്ലാറ്റിനം ഉണ്ട്, പക്ഷെ അതെടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് റോഡായിട്ട് അവിടെ സിങ്ക് ആവണില്ല. നല്ല മൈലേജ് ഉണ്ട്, പക്ഷെ ഒരു വണ്ടിനൊക്കെ ഓവർടേക്ക് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര സീന്. എനിക്ക് പറ്റണില്ല. അരവിന്ദ്. ബ്രോയുടെ പേര്? ആമിർ. എനിക്കൊരു ഓർഡർ വന്നെന്ന് തോന്നുന്നുണ്ട്. ശരി, ഓക്കെ. പോയാൽ മതിയല്ലോ അല്ലേ? എനിക്ക് ഫസ്റ്റത്തെ 2 ഡേ എനിക്ക് ഏകദേശം ഒരു 1000 ഉറുപ്പ്യയുടെ അടുത്ത് വെച്ച് കിട്ടി. പിന്നെ ഇന്നലെ ഇപ്പോൾ 900 സംതിങ് ഉറുപ്പ്യ ആയിട്ടുള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ 3 ദിവസം ആയിട്ടുള്ളൂ. അയ്യോ, ഇന്നലെ ഇവിടുന്ന് ഒരു ഓർഡർ കിട്ടി. സാം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് അല്ലേ കോഴിക്കോട്? ഞാൻ അവിടെ പോയിട്ട് ഒരു ഓർഡറിന് വെയിറ്റ് ചെയ്തിട്ട് അവർ ഡിലേ ആയി. 30 സംതിങ് മിനിറ്റ് ഡിലേ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സ്വിഗ്ഗി ഓടിയിരുന്നു. ഞാൻ ബാംഗ്ലൂരായിരുന്നു കുറച്ച് നേരം. അപ്പോൾ അവിടെ നിന്ന് സ്വിഗ്ഗി ഓടിയിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റ് ഡിലേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇത്ര പെർസെൻറ്റേജ് മീൻസ് 30 മിനിറ്റിൽ നമ്മൾ ശരിക്കും ഓടി ഉണ്ടാക്കുന്ന ഒരു ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധനം കയറിയിരുന്നു. 2 കൊല്ലം മുന്നേ കേട്ടോ. സൊമാറ്റോയിൽ അതില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് വേറെ ഒരു സൊമാറ്റോ റൈഡറെ കണ്ടു. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് സൊമാറ്റോയ്ക്ക് ആ പരിപാടി ഇല്ല എന്നുള്ളത്. അതേമാതിരി ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ മറ്റേ പെട്രോൾ എക്സ്പെൻസ്, ഓവർ ടൈം എക്സ്പെൻസ്, അല്ല മറ്റേ ഇൻസെൻറ്റീവ് നേരത്തെ അങ്ങനത്തെ ഒരു മെല്ലെ ഒഴിവാക്കി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്നോട് വേറൊരാൾ എന്നോട് പേഴ്സണലി പറഞ്ഞാണ്, മൂപ്പര് തളർത്തിക്കാണ് ഞാൻ. അങ്ങനെയല്ല, മൂപ്പര് പറഞ്ഞ് ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിലേ പരിപാടി നടക്കുള്ളൂ. പക്ഷേ മൂപ്പര് ഇലക്ട്രിക് വണ്ടി എടുത്തു. മൂപ്പർക്ക് ഏകദേശം 80 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഫുൾ ചാർജ് ചെയ്താൽ 80 കിലോമീറ്റർ ഓടും. ഒരു ഫുൾ ചാർജ് ചെയ്യാൻ 40 രൂപ എന്തോ ചിലവുള്ളൂ അല്ലേ? അപ്പോൾ പുള്ളിക്കാരൻ പറയാം, ഞാൻ ഡെയിലി എങ്ങനെ നോക്കിയാൽ ഒരു 1200 ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ? എനിക്കാകെ ഒരു 120 റുപ്യ 130 റുപ്യ ചാർജിന് വരുന്നുള്ളൂ. 300-350 കിലോമീറ്ററിൻ്റെ വണ്ടി ഓടും. പ്ലാൻ ചെയ്ത് ഇറങ്ങണതാ. ഓടിക്കോളാ, ശരിയാ, അത് പറഞ്ഞാൽ എങ്ങനെയൊക്കെ പമ്പ് എത്തിക്കൂല്ലേ? ചാർജിങ് അങ്ങനെയല്ല, ഒരു 30 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാവല്ലോ ഓരോ ചാർജിങ്ങിനും. അല്ല ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ. എൻ്റെ ഒരു കൂട്ടുകാരെ മറ്റേ ബാറ്ററി സ്വാപ്പ് ചെയ്ത് തരുന്നല്ലേ, അത് നടക്കും. പക്ഷെ അതിൽ എന്താ സ്പീഡ് ലിമിറ്റ് എന്തോ തോന്നുന്നുണ്ട്, 60 കിലോമീറ്ററോ?
അങ്ങനെ എന്തോ ഉണ്ട്. ഒറ്റ സാധനം ഉണ്ട്. അല്ല ബ്രോ ഓർഡർ എടുത്തിട്ട് അവിടെ നിന്ന് റെഡിയായ സാധനോ? ചുമ്മാ നടന്നു നോക്കി അങ്ങനെ എന്തെങ്കിലും കിട്ടൂലേ? അങ്ങനെ മാപ്പ് അപ്ഡേറ്റ് ആവണമെന്നായിരുന്നു. അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ആ സോണിന്റെ ഉള്ളിൽ കയറി നിൽക്കണം അല്ലേ? ആ അങ്ങനെ ഉണ്ടല്ലേ? എനിക്കെന്തോ ഹൈ ഓർഡർ ഏരിയ എന്ന് പറഞ്ഞ് കാണിക്കലുണ്ട്. ഓർഡർ ഗ്യാരണ്ടി പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലേ? അവിടെ അതിനുള്ളിൽ നിന്ന് എന്തായാലും കിട്ടും. ആ ഓക്കെ ഓക്കെ. അപ്പൊ തന്നെ കിട്ടൂല്ലേ? ഓക്കെ. ഇതിപ്പോ ഒരു 8 കിലോമീറ്റർ അപ്പുറത്താണ് കാണിക്കുന്നത്. ആ ഇതെന്താ 60 സംതിങ് അങ്ങനെ എന്താ കാണിച്ചത്? നമ്മളിപ്പോ ഒരുപാട് ദൂരത്ത് എത്തി, പിന്നെ തിരിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് വരണ്ടേ? അതിനെന്താ ചാർജ് കിട്ടുമോ? ടാസ്ക് ഓക്കെ ബൈ. കിട്ടൂല്ലേ? നേരെ വരണോ? വരൂലേ? ഓർഡർ കിട്ടുമല്ലോ അല്ലേ? ആ ഓക്കെ. ആ ഓക്കെ ശരി. ഗൈസ് അങ്ങനെ ഫസ്റ്റ് ഓർഡർ കിട്ടി. ഫസ്റ്റ് ഓർഡർ കിട്ടിയത് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൽ നിന്നാണ്. അതും കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൻ്റെ മുന്നിൽ, അതായത് ഡോറിൻ്റെ തെമ്പത്ത് പോയി നിന്നിട്ടാണ് ഈ ഒരു ഓർഡർ കിട്ടിയേക്കുന്നത്. എന്താ വെച്ചാൽ എൻ്റെ കൂടെ ഒരു ചങ്ങാനെ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ചേരം സംസാരിച്ചുകൊണ്ടെന്ന്. പുള്ളിക്കാരന് ഈ പറഞ്ഞ മാതിരി സംഭവം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളായി. ഓർഡേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല, ഇങ്ങനെ നടക്കരുത്. അപ്പോൾ മൂപ്പരെടുത്ത് കിട്ടിയൊരു ടിപ്പാണ് എന്താ വെച്ചാൽ, എത്ര ദൂരത്താണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് പോകും, അതിൻ്റെ ഒരു സോൺ ഉണ്ടാകും പോലും, അതിനുള്ളിൽ കയറി നിൽക്കാൻ പറ്റിയാൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ആ ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓർഡേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊക്കെ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. എന്താ വെച്ചാൽ, ഞാനൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചെൻ്റെ നെക്സ്റ്റ് ഈ പറഞ്ഞ മാതിരി ഹൈ ഓർഡർ ഏരിയയിലേക്ക് ഞാൻ വരുന്നില്ല. ഞാൻ അവിടെ എവിടെയെങ്കിലും തങ്ങി തന്നെ നിൽക്കുക ചെയ്യുക. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഓർഡേഴ്സ് കിട്ടുമോ അല്ലെങ്കിൽ അവിടെ നിന്ന് എവിടുന്ന് അടിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. അത് ശരിക്കും ഒരു മണ്ടത്തരാണ് പോലും. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഏരിയാസിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടൈം വേസ്റ്റ് ആവുകയാണ് വെറുതെ. ആ ഗിഗ് ജസ്റ്റ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, നിങ്ങൾക്ക് അവിടെ ഓർഡേഴ്സ് കിട്ടത്തില്ല. ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഗിഗ് കൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ന് എത്ര ഗിഗിനുള്ളിൽ ഇത്ര ഓർഡേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അതും കൂടി കിട്ടണം. നോക്കി നോക്കാം. ഇപ്പോൾ അതേ ഒരു ഓർഡർ ഓടിക്കൊണ്ടിരിക്കുക, 7 കിലോമീറ്റർ ഓടി നീ കാണിക്കുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കൊന്നും ഇല്ല. പിന്നെ ഓൾറെഡി മറ്റേ നോൽബും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ വെയിലത്തെ ആൾക്കാർ ഇറങ്ങാൻ വളരെ ചാൻസ് കുറവായതുകൊണ്ട് തന്നെ റോട്ടിൽ മേലെ ആളില്ല. 2 രൂപ ചില്ലറില്ല കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. ചില്ലറില്ലേ ഇങ്ങനെ? ഗായ്സ്, അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു ഡേ ആയിരുന്നു. ഇതുവരെയുള്ള ഡേ വെച്ച് നോക്കുമ്പോൾ ഇതുവരെയുള്ള ഒരു ആകെ 4 ദിവസമായിട്ടുള്ളൂ പറഞ്ഞാൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്നാണ് കുറച്ച് നല്ലോണം ഹയർ ഇൻകം കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം എത്രയാണത്. ഇന്ന് പാസ് ചെയ്താട്ടെ. അപ്പോൾ നമ്മുടെ സൊമാറ്റോ ആപ്ലിക്കേഷൻ എടുത്തു, പോക്കറ്റ് കയറി 4,990. ഇത് നമ്മുടെ 1, 2, 3, 4, 5ാമത്തെ ദിവസമാണെന്ന്. 5ാമത്തെ 4ാമത്തെയാണ്. ഞാൻ ടോട്ടലി ഫെയ്ഡ് ഔട്ട് ആയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല എത്രാമത്തെ ദിവസമാണെന്നുള്ളത്. 4,990 രൂപ ടോട്ടൽ ഏണിങ്. മാർച്ച് 3 മുതൽ മാർച്ച് 9 വരെ. അപ്പോൾ 3, 4, 5, 6, 7, 8, 9 7 ദിവസമായി. അപ്പോൾ 7 ദിവസത്തെ ഏണിങ്. ഓക്കെ, 4,990 രൂപ. ഓ പോരാ പോരാ പോരാ. ഇത് 5 ദിവസത്തെ ഏണിങ് ആയിട്ടേ ഉള്ളൂ. 2 ദിവസത്തെ ഏണിങ് ഇനി എനിക്ക് തരാണ്ട് വരും. അതവിടെ കേട്ടെ. ഇന്നത്തെ ഏണിങ് നോക്കാം. 1,750 രൂപ ഗായ്സ്. സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ 11 മണി മുതൽ ഞാൻ ഇറങ്ങിക്കുന്നത്. 11 to 12, 12 to 1, 1 to 2, 2 to 3, 3 to 4, 4 to 5 അങ്ങനെ പറഞ്ഞ് 10 മണി വരെ അവസ്ഥയായിരുന്നു കേട്ടോ. നല്ല പറയാലോ. ഫുഡ് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒരു ഏരിയ പോയിട്ട് അവിടെ ഓർഡറേ ഇല്ല. അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങ് ഫുഡ് കഴിച്ചു.
കൈ കഴിക്കാൻ പാടെ അടുത്ത ഓർഡർ കിട്ടി. അങ്ങനെ അതായിട്ട് ഇറങ്ങി. എന്തോ ഭാഗ്യം, അത്രേ ഉള്ളൂ. അപ്പോൾ 1752 1750 19 ഓർഡേഴ്സ് ടോട്ടൽ 7 മണിക്കൂർ 21 ഹവേഴ്സ്. അതിൽ ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ പോയത് സമയം കാണിക്കുന്നത്. പക്ഷെ ആ സമയം എന്നല്ല ഞാൻ വർക്ക് ചെയ്തത് ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ പറയാം. യെസ്, 11 മണിക്ക് തുടങ്ങിയല്ലേ, 10 മണി പറയാം, 11 മണിക്കൂർ. ഇൻസെൻറ്റീവ് 600 രൂപ. 600 രൂപ നമുക്ക് വെറുതെ തന്നിരിക്കുകയാണ്. വെറുതെ അല്ല, പണിയെടുത്തതിന് ഇൻസെൻറ്റീവായിട്ട് തന്നിരിക്കുകയാണ് ഗൈസ്. 600 രൂപ. ഓർഡർ ഏണിങ്സ് ആണ് 1150 രൂപ. ഓർഡർ ഏണിങ്സ് മാത്രം. നൈസല്ലേ? ഡെയിലി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ സീനില്ല കേട്ടോ. നമുക്ക് ഈ പെട്രോൾ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്ത് പോകും. ഞാൻ ടോട്ടൽ ഇതുവരെ ഓടിയ പെട്രോൾ എത്രയാണെന്ന് പറഞ്ഞിട്ടാവും. 7000. 765. 800 കിലോമീറ്റർ കൂട്ടിക്കോ. അപ്പോൾ 800 കിലോമീറ്റർ ആകുമ്പോൾ 1600 രൂപയുടെ പെട്രോള്. 1600 രൂപയുടെ പെട്രോള്. 4990 മൈനസ് 1600 അത് എത്രയാ? 3390 റുപ്യ നമ്മുടെ പ്രോഫിറ്റാണ്. 3390 റുപ്യ. ശരിക്കും ഒരു 3 ദിവസം കൊണ്ടൊക്കെ ഈ ഒരു സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നൈസായാണ്. ഒരു 5 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് എന്ത് രസമായിരിക്കൂലേ. ആദ്യം സൊമാറ്റോ അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. സൊമാറ്റോ, സ്വിഗ്ഗി, അത് ഇത് കുറേ ആപ്ലിക്കേഷൻസ് വന്നിട്ടില്ലേ. അവരെല്ലാവരും ഇതേമാതിരത്തെ വമ്പൻ ഓഫേഴ്സൊക്കെ ഒരുപാട് കൊടുത്തിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് ഉഴപ്പ് കൂടിയിരിക്കുന്നു. ഒന്നല്ല, അവർക്ക് ആവശ്യത്തിലധികം ആൾക്കാരുണ്ട് ഇവിടെ. അവരെ നമ്പർ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇലക്ട്രിക് വണ്ടികളുള്ളവർക്ക് മാത്രമേ ഈ സംഭവം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് എത്തും. സാധാരണക്കാർക്ക് സാധാരണ പെട്രോൾ വണ്ടിയൊന്നും എടുത്തിട്ട് ഓടിയിട്ട് അവരുടെ ചിലവല്ല, അവരുടെ പെട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ഈ സാധനം കുറഞ്ഞു വരും. ഇപ്പോൾ കിട്ടുന്ന ഒരു ഓർഡറിന് എത്ര പൈസ കിട്ടുന്നുണ്ടെന്നുണ്ടല്ലോ, എത്ര കിലോമീറ്ററിന്, അതൊക്കെ കുറയും. നമ്മളിതിനൊന്നും കറക്റ്റ് കണക്ക് വെക്കുന്നില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടല്ലോ. അത് സൊമാറ്റോ പറയുന്ന കാര്യം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ അങ്ങനെയാവും. എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ പെട്രോൾ എക്സ്പെൻസ്, അതായത് ട്രാവൽ ഡിസ്റ്റൻസിന് വേറെ എന്തോ ഒരു എക്സ്പെൻസ്, അങ്ങനെ പെട്രോൾ ഇൻസെൻറ്റീവ്, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് പൈസ തന്നെയായിരുന്നു. നമ്മളൊരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ചെയ്യാണ്. നമ്മൾ ഓർഡർ എടുത്ത് എന്നിട്ട് റെസ്റ്റോറൻറ്റ് നമുക്ക് ഒരുപാട് സമയം നമ്മളവിടെ ഡിലേ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പൈസ വരും. നമുക്ക് അത്രയും സമയം പോക്കില്ല. നമ്മുടെ സമയത്തിന് വില കളിപ്പിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻസാണ് സൊമാറ്റോ, സ്വിഗ്ഗി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസൊക്കെ. ഇപ്പോൾ അവർ നേരെ തലത്തിനെ സംഭവം ബിസിനസ്സാണ്. അതിപ്പോൾ ഏത് പരിപാടിക്ക് ഇറങ്ങുകയാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയാണ്. വമ്പൻ ഓഫേഴ്സൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇവർ തുടങ്ങുക. അവസാനത്തേക്ക് തന്നെയാണ് ഇങ്ങനെയൊക്കെ ആവുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ സൈനിങ് ഓഫ്, ബൈ. ഇങ്ങനെയാണ് പൈസ തരുക നിർത്തില്ലാണ്ട്.